ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ നെയ്മർ ജൂനിയർക്ക് യൂറോപ്പിലേക്ക് മടങ്ങാൻ താൽപ്പര്യമുണ്ട് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. നെയ്മർ ഓപ്ഷനുകൾ പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബയേൺ മ്യൂണിക്ക് നെയ്മർ ജൂനിയറെ സ്വന്തമാക്കും എന്നുള്ള ഒരു റൂമർ ഈയിടെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ പ്രോഗ്രസ്സുകൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ബയേണിന്റെ ഇതിഹാസമായ ലോദർ മത്തേയൂസ് ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ബയേണിലേക്ക് വരുന്നതിനോട് എന്താണ് അഭിപ്രായം, അത് ബയേണിന് ഗുണം ചെയ്യുമോ എന്നായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചിരുന്നത്. നെയ്മറെ വളരെയധികം വിമർശിക്കുകയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. നെയ്മർ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു താരമാണെന്നും അദ്ദേഹം ബയേണിലേക്ക് വരേണ്ടതില്ല, അങ്ങനെ ഷോ കാണിക്കുന്ന ഒരു താരത്തെ ബയേണിന് ആവശ്യമില്ല എന്നാണ് അവരുടെ ഇതിഹാസമായ ലോദർ മത്തയൂസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ബയേണിൽ ഷോ കാണിക്കുന്ന ഒരു താരത്തെ ആവശ്യമില്ല. നെയ്മർ എപ്പോഴും സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു താരമാണ്. ഞാനത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ. പക്ഷേ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം കളിക്കുന്നത്. എന്നാൽ ബയേൺ എന്നുള്ളത് ഒരു കുടുംബമായി കഴിയുന്ന ടീമാണ്. ഞങ്ങൾ പരസ്പരം നോക്കുന്നവരും സഹായിക്കുന്നവരുമാണ്. പക്ഷേ നെയ്മർ തൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു താരമാണ്. അദ്ദേഹം എന്നെങ്കിലും ബയേണിന് വേണ്ടി കളിക്കുകയാണെങ്കിൽ അദ്ദേഹം തൻ്റെ ശൈലിയും സ്വഭാവവും മാറ്റേണ്ടി വന്നേക്കും. സ്വന്തം കാര്യത്തിന് മുൻഗണന നൽകുന്ന ഒരു താരത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ല, മറിച്ച് ടീമിന് പ്രാധാന്യം നൽകുന്ന ഒരു താരത്തെയാണ് ഞങ്ങൾക്ക് ആവശ്യം. 11 വർഷങ്ങൾക്ക് മുൻപായിരുന്നുവെങ്കിൽ നെയ്മർ ഒരു മികച്ച മുതൽക്കൂട്ടായിരുന്നു, ആസ്തിയായിരുന്നു. എന്നാൽ ഇന്നത്തെ നെയ്മർ അങ്ങനെയല്ല. ഇതാണ് ലോദർ മത്തയൂസ് പറഞ്ഞിട്ടുള്ളത്. നെയ്മറെ വലിയ രൂപത്തിൽ വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷേ സമീപകാലത്ത് നെയ്മർ ജൂനിയർ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം കളിക്കുന്ന ടീമുകൾക്ക് ഗുണകരമാവുന്നുണ്ട്. നെയ്മർ ജൂനിയർ വന്നതിന് ശേഷമാണ് സാന്റോസ് മികച്ച പ്രകടനം നടത്തി തുടങ്ങിയത്. എന്നാൽ നെയ്മർക്ക് പരിക്കേറ്റതോടുകൂടി, അല്ലെങ്കിൽ നെയ്മർ പുറത്തായതോടുകൂടി ചില മത്സരങ്ങളിൽ സാന്റോസ് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ നെയ്മറുടെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് പല ക്ലബ്ബുകളിലും അല്ലെങ്കിൽ പല ടീമുകളിലും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.